47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ സംസ്ഥാനത്തെ ഹാർബറുകൾ ഉത്സവത്തിമിർപ്പിലായി. അർദ്ധരാത്രി 12 മണിയോടെ നീണ്ടകര തീരത്തു നിന്നും മത്സ്യബന്ധന ബോട്ടുകൾ ഒന്നൊന്നായി കടലിലേക്ക് തിരിച്ചു. ഈ ബോട്ടുകൾ പലതും ഒരാഴ്ച വൈകിയേ ഇനി തിരിച്ചെത്തൂ. ഇത്തവണ നല്ല മഴ കിട്ടിയതിനാൽ ചാകര ലഭിക്കുമെന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ. കരിക്കാടിയും കിളിമീനും കണവയുമെല്ലാം സീസണിൽ ലഭിക്കുന്നത് പതിവാണ്. ഇത്തവണയും കടൽ ചതിക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇത്രയും ദിവസം ഞങ്ങൾ പട്ടിണി കിടന്നിട്ട് പോകുന്നു. എന്ത് കിട്ടും എന്നൊന്നും ഞങ്ങൾക്ക് പറയാനൊക്കത്തില്ല. കടലിലെ കാര്യമാണ്. മഴ ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാര്യം വെയിലായപ്പോൾ തന്നെ ഉള്ള ഞങ്ങൾക്ക് കിട്ടേണ്ട കരിക്കാടി, കഴന്തൻ, കിളിമീനൊക്കെയാണ്. ഈ വെയിലടിക്കുന്ന സമയത്ത് അത് പടിഞ്ഞാട്ട് പോകത്തേ ഉള്ളൂ. അത് നശിച്ചു പോകത്തേ ഉള്ളൂ. ആർക്കും കിട്ടത്തില്ല, ആർക്കും ഉപകാരപ്പെടത്തില്ല. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതിനും ആഴ്ചകൾ മുമ്പേ മത്സ്യത്തൊഴിലാളികൾ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ആവശ്യത്തിനുള്ള ഇന്ധനവും ഐസും നിറച്ചാണ് ബോട്ടുകൾ ആഴക്കടലിലേക്ക് തിരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ബോട്ടുകളും ഇന്നലെ മുതൽ കേരള തീരത്തേക്ക് എത്തിത്തുടങ്ങി. ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമാണെന്ന നിലപാടാണ് ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾക്ക്. അതേസമയം ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ സംസ്ഥാനത്തെ മത്സ്യവിലയിൽ വൻ കുറവുണ്ടാകും. 47 ദിവസം നീണ്ടുനിന്ന വറുതിയുടെ നാളുകൾക്ക് ശേഷം പ്രതീക്ഷയുടെ ചാകരയുമായിട്ടാണ് ഇവരുടെ ഈ പ്രയാണം. കടലമ്മ ചതിക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തോടെ ആഴക്കടലിലേക്ക് കുതിക്കുന്ന ബോട്ടിൽ നിന്നും ക്യാമറമാൻ സാദിഖ് പാറയ്ക്കലിനൊപ്പം PL കിരൺ, മീഡിയ 1 കൊല്ലം.